ശ്രീ സുരേഷ് കുമാർ, അയ്യപ്പ സംഗമം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ നേരത്തെ തന്നെ വലിയ വിമർശനം നേരിടുന്നു, പാളി എന്ന ആക്ഷേപം നേരിടുന്നു. ഇപ്പോൾ ചെലവ് കണക്കുകളും പാളിയോ? അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചില്ല, അല്ലെങ്കിൽ അയ്യപ്പ സംഗമം പാളി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ മനോരമയുടേതാണോ അതോ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ്, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ്റെതാണോ എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം ആങ്കർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ സംരക്ഷണം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം 500 പേർ തികച്ചു അയ്യപ്പ സംഗമത്തിൽ നമുക്ക് എന്തൊക്കെ കിട്ടി? ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികളുമായി ബന്ധപ്പെട്ട് നടത്തിയത് ശബരിമല സഡൻലി തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് മനോരമ ചോദിക്കുന്നത് നമുക്ക് ആരുടെയും തലയിൽ വെക്കണ്ട, പ്രതിപക്ഷ നേതാവിന്റെയും മനോരമയുടെയും ഒന്നും തലയിൽ വെക്കേണ്ട. ഇത് ആരെങ്കിലും അന്തരീക്ഷത്തിൽ നിന്ന് സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും വെറുതെ പടച്ചുവിടുന്ന ഒരു ദുരാരോപണമായി കണക്കിലെടുക്കാം. ദുരാരോപണം അങ്ങനെ എടുത്തോളൂ. അപ്പൊ ആ ദുരാരോപണത്തിന്റെ മൂല നമുക്ക് ഓടിക്കാം. അയ്യപ്പ സംഗമം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കൂ റാഷിദ്, നിങ്ങൾ എത്ര ബാലിശമായിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം കേരളത്തിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏകദേശം 16 സംസ്ഥാനങ്ങളിലെ വിശ്വാസികൾ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ, 4126 ആളുകൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത ഈ ആഗോള അയ്യപ്പ സംഗമം വെറുതെ ചിരിപ്പിക്കരുത്. വിവിധ സെഷനുകളായി തിരിഞ്ഞ് ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കകത്തും അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ മുതൽ അത് തീർത്ഥാടന ടൂറിസം വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരിശോധിക്കാനും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിൽ കാലാന്തരത്തിൽ അത് കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ താങ്കളെപ്പോലുള്ള ഒരു ആങ്കർ അത് പിറ്റേ ദിവസം തന്നെ അത് എന്ത് കിട്ടി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം പറയും. അയ്യപ്പ സംഗമം എന്റെ ചോദ്യം ബാലിശമാണോ ഇല്ലയോ എന്ന് കേൾക്കുന്നവർ തീരുമാനിച്ചോട്ടെ. ഞാൻ ചോദിച്ച ചോദ്യം ചെലവിന്റേതായിരുന്നു. ശ്രീ സുരേഷ് കുമാർ, ഞാൻ ചോദിച്ച ചോദ്യം ചെലവിന്റേതായിരുന്നു. അപ്പൊ ചെലവിന്റെ ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ എന്നെ തിരിച്ച് ചോദ്യം ചെയ്ത സ്ഥിതിക്കാണ് ഞാൻ എന്നാ പിന്നെ താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശരി ആയിക്കോട്ടെ. ഞാൻ എന്ത് കിട്ടി എന്ന ചോദ്യമാണ് ചോദിച്ചത്. എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിലേക്ക് ഞാൻ വന്നത് രണ്ടാമതാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്ത് കിട്ടി എന്നുള്ള ചോദ്യത്തിലേക്ക് ശ്രീ സുരേഷ് കുമാർ, അല്ലല്ല, താങ്കൾ നിരന്തരം എന്ന് പറയരുത്. ഞാനിപ്പോ ഇടപെടാൻ ഇടയായത് താങ്കളുടെ ഇടപെടൽ കൊണ്ടാണ്. ദയവേത് അത് മനസ്സിലാക്കുക. ഉരുണ്ട് കളിക്കുന്നത് ഞാനാണോ താങ്കളാണോ എന്ന് ഞാനൊന്ന് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ബോധ്യപ്പെടും. ഞാൻ താങ്കളോട് ഈ ചർച്ചയിൽ എന്തെങ്കിലും സംശയം താങ്കൾക്കുണ്ടെങ്കിൽ ഇപ്പൊ 3 മിനിറ്റ് എങ്ങാണ്ടായിട്ടുള്ള ചർച്ച തുടങ്ങിയിട്ട് താങ്കൾ ഒന്ന് പിറകോട്ട് ഇത് കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് പിറകോട്ട് യൂട്യൂബിലേക്ക് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ മതി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യം ചോദിച്ച ചോദ്യം താങ്കളോട് ചെലവിനെ പറ്റിയാണ്. ചെലവ് കണക്കുകളും പാളിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ആ ചോദ്യം ചോദിച്ചതിന് താങ്കൾ എന്നോട് തിരിച്ച് ചോദ്യം ചെയ്തു. ഇത് എന്റെ നിലപാടാണോ അതോ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടാണോ എന്നൊക്കെ ചോദിച്ചു.